ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരൻറ്റ് വിത്ത് SCRT. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി യൂണിറ്റ് 1 മാനവികതയിലെ പാർട്ട് 2 ക്ലാസ് ആണിത്. ആദ്യ ഭാഗം കാണാത്തവർ അത് കാണുക. ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് മാനവികത, അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നാൽ എന്ത്, നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, യൂറോപ്പിലെ ഇറ്റലിയിലാണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ ചിന്താധാരയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മധ്യകാല ലോകം എന്ന് പറയുന്നത് മതമേധാവിത്വം അല്ലെങ്കിൽ മതകേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മൾ ആധുനിക ലോകത്തേക്ക് കാണുകയുണ്ടായത്. ഇതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ അല്ലെങ്കിൽ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നവോത്ഥാന കല, 2 ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? 1 മധ്യകാലത്തെ ചിത്രവും 2 നവോത്ഥാന കാലത്തെ ചിത്രവുമാണ്. നോക്കൂ, മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ ചിത്രം ശരീരത്തിൻ്റെ സൗന്ദര്യം, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. ഇവിടെ മനസ്സിലാക്കേണ്ടത് മധ്യകാലഘട്ടത്തിലെ ചിത്രങ്ങളൊക്കെ തന്നെയും ഇവിടെ കാണിക്കുന്നത് പോലെ ആത്മീയതയ്ക്കും മാലാഖമാർ, സ്വർഗീയത, ആത്മീയ ഘടകങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ യാഥാർത്ഥ്യവുമായി കുറച്ചും കൂടി അടുപ്പം കാണിക്കുന്ന ചിത്രങ്ങളാണ് നവോത്ഥാന കാലത്തെ ചിത്രം. സാമ്യം എന്ന് പറയുന്നത് 2 ചിത്രങ്ങളുടെയും ആശയം. നവോത്ഥാന കാലത്തെ ചിത്രത്തിൽ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, സ്നേഹം എന്ന് പറയുന്നത് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ മധ്യകാലത്തെ ചിത്രത്തിൽ അതിനെ മതവിശ്വാസപ്രകാരം കണക്ട് ചെയ്തിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാലാഖമാർ സ്വർഗീയമായിട്ടുള്ള രീതിയിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ആ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ മധ്യകാലഘട്ടത്തിൽ മതവിശ്വാസവുമായി കണക്ട് ചെയ്തിട്ടും നവോത്ഥാന കാലത്ത് യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തിയുമാണ് അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് അവയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ചിത്രകല, നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അഥവാ അനാട്ടമി അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായി. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനൊരു സാധ്യതയുള്ളത് മധ്യകാല ലോകത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യമാണ്. ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് പ്രസ്താവനാ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തതേത്, പെടുന്നതേത് എന്ന് കണ്ടെത്തി എഴുതൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ഇത് നല്ല രീതിയിൽ വായിച്ചു മനസ്സിലാക്കുക. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു. അവ എന്തൊക്കെയാണ്? ഭൂദൃശ്യങ്ങൾ അഥവാ ലാൻഡ്സ്കേപ്സ്, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട ഐഡിയലിസ്റ്റ് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ഇത്രയും കാര്യങ്ങൾ
നവോത്ഥാന കാലത്തെ ചിത്രങ്ങളുടെ പ്രധാന സവിശേഷതകൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ്. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണിത്. ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നവോത്ഥാന ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അവയിൽ യാഥാർത്ഥ്യവും മാനുഷിക രീതിയിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവവും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടിൻ്റെയും മിശ്രിതമാണ് നവോത്ഥാന കല എന്ന് പറയുന്നത്. കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് അടുപ്പമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ജിയോവന്നി ബെല്ലിനി വരച്ച ചിത്രമാണ് ഏത്? ആഗണി ഇൻ ദി ഗാർഡൻ. അടുത്തത് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസെസ്ക പ്രശസ്തമായ ഇരട്ട എണ്ണ ഛായാചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും 2 ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അതും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? അടുത്തത് ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം കൂടുതൽ ആദ്യമായി പ്രകടമായത്. നമുക്കറിയാം, ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് നവോത്ഥാന കാലത്ത് കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ്. ആരുടെ ചിത്രത്തിലൂടെയാണ് ഈ കൾച്ചറിനെ കൂടുതൽ പ്രതിഫലിച്ചത്? ജിയോട്ടോ. ആരാണ്? ജിയോട്ടോ. പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരനാണ് മസാച്ചോ. ആരാണ്? മസാച്ചോ. അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത്. അതായത് ഇവയ്ക്ക് കുറച്ചും കൂടി ജീവൻ നിലനിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കത് കാണുമ്പോൾ കറക്റ്റ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒന്നായി നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മസാച്ചോ എന്ന വ്യക്തിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്, മഹത് വ്യക്തി തന്നെയാണ് ലിയോണാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള മൊണാലിസ ചിത്രം, അതുപോലെ തന്നെ അന്ത്യ അത്താഴം. എന്താണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രധാന സവിശേഷതകൾ? നോക്കൂ. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ എന്നിവ. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 2 ചിത്രങ്ങളെ പറ്റി പറഞ്ഞു. അന്ത്യ അത്താഴം, യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത് ഒരുമിച്ചിരിക്കുന്ന ഭക്ഷണ സമയത്ത് അദ്ദേഹം അത് പറയുമ്പോൾ ചുറ്റുമുള്ളവരുടെ ഇടയിലുണ്ടാകുന്ന മുഖത്ത് വരുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന്, മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രം. അതുപോലെ തന്നെ മൊണാലിസ, എന്താണ് മുഖഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള ചിത്രങ്ങളാണ്. അതുപോലെ വത്തിക്കാനിലെ ഡിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾത്തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കലാഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരമാക്കുന്നു. ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. അപ്പോൾ ലിയോണാർഡോ ഡാവിഞ്ചിയെ പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ചിത്രകാരനാണ്
മൈക്കലാഞ്ചലോ അദ്ദേഹത്തിൻ്റെ അന്ത്യവിധി എന്ന ചിത്രം. അന്ത്യ അത്താഴവും അന്ത്യവിധിയും രണ്ടുപേരുടെ ചിത്രങ്ങളാണ്. അന്ത്യ അത്താഴം ലിയോനാർഡോ ഡാവിഞ്ചിയുടെയും അന്ത്യവിധി മൈക്കലാഞ്ചലോയുടെയുമായിരുന്നു. മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളിലൊക്കെ തന്നെയും ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു പ്രധാന ചിത്രങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് രണ്ട് ചിത്രകാരരായിരുന്നു ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചിത്രകാരരെ പറഞ്ഞു. മൈക്കലാഞ്ചലോ, ഇവിടെയുള്ളത് ലിയോനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, ടിഷ്യൻ, റാഫേൽ. അതുപോലെ തന്നെ മസാച്ചോ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ക്യാരക്ടറിൽ നമുക്ക് തോന്നുന്ന ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജിയോട്ടോ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യമായി ചിത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന വ്യക്തി. അതുപോലെ തന്നെ ജിയോവന്നി ബെല്ലിനി, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആഗണി ഇൻ ദി ഗാർഡൻ. അതുപോലെ ഇരട്ട എണ്ണച്ചായ ചിത്രങ്ങളായ ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും വരച്ചിട്ടുള്ളത് പിയറോ ഡെല്ല ഫ്രാൻസിസ്കയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 8 പേരുടെ ചിത്രങ്ങളെക്കുറിച്ചും 8 വ്യക്തിത്വങ്ങളെക്കുറിച്ചും ചിത്രകാരനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ശില്പകല. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാട്ടെല്ലോ. മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഗത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാട്ടെല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും വീരനായ ദാവീദിൻ്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. 2 വ്യക്തികളെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡൊണാട്ടെല്ലോ, അദ്ദേഹത്തിൻ്റെ 2 ചിത്രങ്ങളാണ്. ഡൊണാട്ടെല്ലോയുടെ ദാവീദും അതുപോലെ തന്നെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്ന മതേതരനായ വീരനെ അനശ്വരമാക്കുന്ന ചിത്രമായിട്ടുള്ള ഗത്താമലാത്തയും ദാവീദും ആരുടെ ചിത്രമാണ്? ഡൊണാട്ടെല്ലോയുടെ ചിത്രമാണ്. അടുത്ത ആള് ശില്പകലയിൽ അടുത്ത കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് മൈക്കലാഞ്ചലോയാണ്. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളാണ്. ഒന്ന് ക്രിസ്തുവിനെ മടിയിൽ വെച്ചിരിക്കുന്ന മേരിയുടെ ചിത്രവും അതുപോലെ തന്നെ പിയത്തയും. വീരനായ ദാവീദിൻ്റെ ശില്പവും അദ്ദേഹത്തിനെ അനശ്വരമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 വ്യക്തികളും അവരുടെ പ്രധാനപ്പെട്ട ശില്പകലകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ചിത്രമാണ്, പിയാത്തയാണ്. അത് ആര് തയ്യാറാക്കിയതാണ്? മൈക്കലാഞ്ചലോയുടെ ശില്പമാണ്. ഓക്കെ, അടുത്തത് വാസ്തുവിദ്യ. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല വാസ്തുവിദ്യാ രംഗമായിരുന്നു, അതായത് കെട്ടിടങ്ങളുടെ രൂപകൽപ്പന. ഫിലിപ്പോ ബ്രൂണലെസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ആരാണ് വാസ്തുവിദ്യയുടെ പുതിയ തുടക്കം കുറിച്ച ആള്? ഫിലിപ്പോ ബ്രൂണലെസ്കി. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ അഥവാ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു അഥവാ ഡ്യൂമോ ഇവയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ഗോതിക് ശൈലി എന്ന് പറഞ്ഞത് ഗോപുരങ്ങളാണ്, ഉയർന്ന ഗോപുരങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി താഴികക്കുടങ്ങളായിരുന്നു നമ്മുടെ നവോത്ഥാന കാലത്തെ വാസ്തുവിദ്യയുടെ പ്രധാന
സവിശേഷത എന്ന് പറയുന്നത് ഈ വാസ്തുവിദ്യയ്ക്ക് രൂപകൽപ്പന ചെയ്തത് ഫിലിപ്പോ ബ്രൂണലസ്കി ആയിരുന്നു. മൈക്കലാഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. ഇതാണ് ആ രീതി എന്ന് പറയുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് താഴികക്കുടങ്ങളൊക്കെ ഇതാണ് താഴികക്കുടങ്ങൾ. ഈ രീതി നവോത്ഥാന ശില്പകലയുടെ പ്രധാന സവിശേഷതയായിരുന്നു. എന്നാൽ മുമ്പുണ്ടായിരുന്ന ഗോതിക് ശൈലിയുടെ പ്രധാന സവിശേഷത എന്താണ്? മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യ ശൈലിയായിരുന്നു ഗോതിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത്. മുനയുള്ള കമാനങ്ങൾ, പോയിന്റഡ് ആർച്ച് ഇതിലെ പ്രധാന സവിശേഷതയായിരുന്നു. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഏത് രീതി വരുന്നത്? നവോത്ഥാന വാസ്തുവിദ്യ രീതി. നവോത്ഥാന കാലത്തെ വാസ്തുവിദ്യാ രീതിക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത്? സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. എവിടെയാണ് പണി കഴിപ്പിച്ചത്? റോമിലാണ് പണി കഴിപ്പിച്ചത്. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? മൈക്കലാഞ്ചലോയും ബ്രമാന്തയും. ഓക്കെ, അടുത്ത ഭാഗം നവോത്ഥാന സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരരിൽ ഒരാളായ ഷേക്സ്പിയറുടെ ഈ വരികളിൽ മാനവികതയുടെ ശക്തി എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കും. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ് നക്ഷത്രങ്ങൾ നോക്കിയിട്ട് വിധി നിർണ്ണയിക്കുക എന്നുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി നവോത്ഥാന കാലത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വരികളാണ് ഇവ. നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കൊളാസ്റ്റിസിസത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത. എന്താണ് സ്കൊളാസ്റ്റിസിസം? മതകേന്ദ്രീകൃതമായിട്ടുള്ള വിശ്വാസരീതിയായിരുന്നു സ്കൊളാസ്റ്റിസിസം. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് മതവുമായിട്ടും മതവിശ്വാസങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അവയിൽ മാനവികതയ്ക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ്. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരരും രചനകൾ നടത്തിയത്. ഗദ്യസാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഗദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ പദ്യത്തിനൊരു ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴുതുന്ന രീതിയാണ് ഗദ്യം എന്ന് പറയുന്നത്. കവിതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എഴുത്ത് രീതി. അത് നമ്മൾ വായിക്കുന്ന പോലെയോ അതിന് പ്രത്യേകമായിട്ടുള്ള താളമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാസം ഒപ്പിച്ച് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ രീതിയാണ് നമ്മൾ ഗദ്യം എന്ന് പറയുന്നത്. ആ രീതിയാണ് സാഹിത്യ കലയിലുണ്ടായിരുന്നത്. പ്രാദേശിക ഭാഷകൾക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ദാന്തെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിവൈൻ കോമഡി. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താൽപ്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്കു വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. അപ്പോൾ ദാന്തെയുടെ കൃതിയായ ഡിവൈൻ കോമഡിയുടെ വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റലിയുടെ പ്രാദേശിക ഭാഷയിലാണ് അദ്ദേഹം ഡിവൈൻ കോമഡി രചിച്ചത്. ദാന്തെയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയുമായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല. ഡെക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു.
ദാന്തെ ഡിവൈൻ കോമഡി, പെട്രാർക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ, ബൊക്കാച്ചിയുടെ വർക്കാണ് ഡെക്കാമറൺ. ഓക്കെ, ദി പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്യുവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതി. ദി പ്രിൻസ് രചിച്ചതാരാണ്? നിക്കോളോ മാക്യുവെല്ലി. അതിനാൽ രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്യുവെല്ലി തൻ്റെ ദി പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു കസാന്ദ്ര ഫെഡലെ. തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. അപ്പോൾ കസാന്ദ്ര ഫെഡലെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് അവർ നിലകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. ഏതൊക്കെയാണ് കൃതികൾ? ഇറാസ്മസ് കൃതി ഇൻ പ്രൈസ് ഓഫ് ഫോളി, നെതർലാൻഡ്സ്. ജെഫ്രി ചോസർ കാൻഡർബറി കഥകളാണ്, ഇംഗ്ലണ്ടിലാണ്. തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയ ഇംഗ്ലണ്ടിലാണ് തോമസ് മൂറിൻ്റെ സ്ഥലം. മിഗേൽ ഡെ സെർവാന്തെ ഡോൺ കിഹോട്ടാണ് സ്പെയിൻ. ഫ്രാൻസോ റാബലൈ ഗാർഗൻഡുവയും പാൻഡഗ്രൂലും ഫ്രാൻസ്. ഈ കൃതികളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കി വയ്ക്കുക. വായിക്കാനും പഠിച്ച് ഓർത്ത് വയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. നവോത്ഥാന കാലത്തെ സാഹിത്യരചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്കുവഹിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹനാസ് ഗുട്ടൻബർഗ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അച്ചടിശാല സ്ഥാപിച്ചത് ജൊഹനാസ് ഗുട്ടൻബർഗ്. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടിയന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും? അറിവിൻ്റെ വ്യാപനം, സാക്ഷരതയിലുണ്ടായ പുരോഗതി, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതുവരെ ഉണ്ടായിരുന്നത് എഴുതി പ്രസിദ്ധീകരിക്കുന്ന രീതിയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരണത്തിന് വിധേയമാക്കാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അച്ചടിയിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികളും മറ്റു ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായി വായിക്കാൻ തുടങ്ങി. ഇവിടെ സൈഡിൽ അച്ചടിയന്ത്രത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം നവോത്ഥാനവും ചരിത്രരചനയും. ലോകചരിത്രത്തെ 3 തരംതിരിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. CE 5-ാം നൂറ്റാണ്ട് വരെയാണ് പ്രാചീനകാലം എന്ന് പറയുന്നത്. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കുന്നത് വരെയുള്ള കാലഘട്ടം 1453 വരെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അതുമുതൽ ഇങ്ങോട്ട് ആധുനിക കാലമായും കണക്കാക്കപ്പെടുന്നു. പഠന സൗകര്യാർത്ഥം ലോകചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്രകാരം CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനകാലമെന്നും തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയോനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഫ്ലാവിയോ ബിയോണ്ടോ, ലിയോനാർഡോ ബ്രൂണി. ഇക്കാലത്ത് ചരിത്രരചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
നിങ്ങളെ ഈ കാലഗണന ആര് കൊണ്ടുവന്നു എന്നുള്ളത് പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. ഫ്ലാവിയോ ബിയോണ്ടോ, അതുപോലെ തന്നെ ലിയോണാർഡോ ബ്രൂണി. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള അഥവാ സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും ക്രോണിക്കിൾസ്, പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്ലാവിയോ ബിയോണ്ടോയുടെയും ലിയോണാർഡോ ബ്രൂണിയുടെയും ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് ദിനവൃത്താന്തം? രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാന സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാനകാല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങളും കൈയടക്കി. മാക്യുവെല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. ചരിത്രരചന പ്രധാനമായി നവോത്ഥാന കാലത്ത് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 3 കാലഘട്ടമാക്കി തിരിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു കാര്യവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം എഴുതപ്പെടുന്നു എന്നുള്ളതും ചരിത്രരചനയുടെ മാറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്ത ഭാഗം നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തൻ്റെ ഗ്രഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെറ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ പ്രാരംഭ വാക്യമാണിത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ടുവരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ടോളമി പറഞ്ഞത് ഭൂമിയാണ് ലോകത്തിൻ്റെ കേന്ദ്രം എന്നാണ്. എന്നാൽ പോളണ്ടുകാരനായിട്ടുള്ള കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു എന്ത്? എല്ലാത്തിൻ്റെയും കേന്ദ്രം സൂര്യനാണ് എന്ന് അദ്ദേഹം വാദിച്ചു. മറ്റു ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ
വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവച്ചു. അപ്പോൾ കോപ്പർനിക്കസാണ് സൂര്യനാണ് കേന്ദ്രം എന്ന് കണ്ടുവയ്ക്കുന്നത്. ഗലീലിയോ ഗലീലിയാണ് ദൂരദർശിനി കണ്ടുപിടിച്ചത്. ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൻസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകളെ സമ്മാനിക്കുകയും ചെയ്തു. പാരാസെൻസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ചെയ്തു. നവീകരണവും പ്രതിമത നവീകരണവുമാണ്. മതനവീകരണം. നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യകൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനാറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. പാപ വിമോചനപത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപ വിമോചനപത്രത്തിൻ്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വിൽപ്പനയ്ക്കായി ജൊഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ 95 തിസീസ് പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ സാക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തുപകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതന്മാർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിലെ ഉൾറിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നറിയപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നിട്ടുള്ള ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ ദേശീയ സഭയെയും കുറിച്ചാണ്. പതിവിന് വിപരീതമായിട്ടുള്ള ഒരു വിശ്വാസരീതി യൂറോപ്പിൽ ആകമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മതനവീകരണം, കൗണ്ടർ റിഫോർമേഷൻ. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് മതനവീകരണം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡിൽ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം സുനഹദോസ് വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. തൽഫലമായി
പാപ വിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലൊയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇഗ്നേഷ്യസ് ലൊയോള സൊസൈറ്റി ഓഫ് ജീസസ്. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. പ്രതിമത നവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെടുന്നു. കാത്തലിക് റിഫോർമേഷൻ. ഗ്രീക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായ പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. നല്ല രീതിയിൽ തന്നെ കണ്ടൻറ്റുള്ള, നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുള്ള ഒരു ചാപ്റ്ററായിട്ട് തന്നെ കാണുക. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Stay tuned.